ഇന്നുണ്ടല്ലോ, ഇന്ന് ഞങ്ങളുടെ ഒരു ഗുഡ് മോർണിംഗ് വീഡിയോ ആണ്. സാധാരണ ഒരു വർക്കിംഗ് ഡേയിലെ ഗുഡ് മോർണിംഗ് വീഡിയോ. ആഴ്ചയിൽ ഏറെക്കുറെ 5-6 ദിവസവും ഇങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത്. വലിയ മാറ്റമൊന്നുമില്ല. പിന്നെ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ അത് ഹോളിഡേയിലാണ്. കാരണം അന്ന് എഴുന്നേക്കാൻ ഒരു 9 മണിയൊക്കെ ആകുമല്ലോ. അപ്പോൾ പിന്നെ മാറ്റം വരും, സ്വാഭാവികം. അതെന്തെങ്കിലും ആയിക്കോട്ടെ. രാവിലെ ഈ പത്രവും ചായയും അതൊരു മസ്റ്റ് ആയിട്ടുള്ള സംഗതിയാണ്. എത്ര സമയമില്ലെങ്കിലും കുറച്ചു നേരം ഇങ്ങനെ പത്രത്തിനകത്തും ചായയും കുടിച്ച് ഒക്കെ നോക്കിയിരുന്നില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ്. കുറച്ചു നേരം നോക്കും. ഒരു പോസിറ്റീവ് ഫീലിന് വേണ്ടിയൊക്കെയാണ് പത്രം നോക്കുന്നത്. ചില ദിവസം വൻ നെഗറ്റീവ് ആയിരിക്കും. പത്രം തുറക്കുമ്പോഴേ നെഗറ്റീവ് വാർത്തകളൊക്കെ ആയിരിക്കും. നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അങ്ങനെ? എനിക്ക് ചിലപ്പോഴൊക്കെ അങ്ങനെ തോന്നാറുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വലിയ കലാരൂപം അവിടെ അരങ്ങേറുന്നുണ്ട്. ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും. ഞങ്ങളിവിടെ മത്സരിച്ച് ചെയ്യാറുള്ള ഒരു കലാരൂപമാണ്, പ്രത്യേകിച്ച് രാവിലെ. ഞങ്ങളുടെ തുമ്മലും ചീറ്റലും. ബാക്കി ഒരു കാര്യത്തിലും ഞങ്ങൾ തമ്മിലൊരു ചേർച്ചയില്ലെങ്കിലും ഇക്കാര്യത്തിൽ ഞങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ട്. ഇന്ന് പക്ഷെ ഞാൻ മാത്രമാണ് തുമ്മുന്നത്. അതാണ് ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ ശ്രദ്ധിച്ചത്. എന്തോ പുള്ളി തുമ്മുന്നില്ല. ഞാൻ മാത്രം എന്താണ് തുമ്മുന്നതെന്ന് എനിക്കറിയില്ല. അതുപോട്ടെ, പത്രം അങ്ങോട്ട് കൈമാറിയിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ ആൾ അരിച്ചുപറക്കി വായിക്കാൻ നിൽക്കാത്ത സ്ഥിതിക്ക് രണ്ടാമത്തെ ആളും അതിനൊന്നും നിൽക്കാറില്ല. പിന്നെ കുറച്ച് നേരം ഫോണൊക്കെ കുത്തി ഇങ്ങനെ സമയം കളയും. അപ്പോഴാണ് സമയത്തിൻ്റെ ഒരു വില പിന്നെ മനസ്സിലാകുന്നത്. അപ്പോഴത്തേക്കും ഇവിടെ രാവിലെ ഏറ്റവും സമയം കളയുന്ന ഒരു പരിപാടി അരങ്ങേറും, ഈ തേപ്പ് പരിപാടി. ഇതാണ് ഇവിടെ രാവിലെ ഏറ്റവും സമയം കളയുന്ന ഒരു പരിപാടിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. എങ്കിലും ഇത് രാത്രിയിൽ ചെയ്തു വെക്കില്ല എന്നൊരു ശബ്ദം എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ചെറിയൊരു കുക്കിംഗ് പരിപാടിക്കൊക്കെ പോകുന്നുണ്ട്. എന്നെക്കൊണ്ട് പറ്റുന്ന തരത്തിലുള്ള കുക്കിംഗ് പരിപാടിക്ക് ഞാൻ മുതിരാറുള്ളൂ. കാരണം വെറുതെ ആരുടെയെങ്കിലുമൊക്കെ വയറ് ചീത്തയാക്കണ്ടല്ലോ. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് സമയമില്ലാത്ത സമയത്ത് ഞാനൊരു പരിപാടിക്ക് പോകുന്നുണ്ട്. അതാണ് എൻ്റെ ഒരു പഠിത്ത പരിപാടി. എന്തിനാണ് ഈ സമയമില്ലാത്ത സമയത്ത് ഞാൻ ഇങ്ങനെ പഠിക്കാൻ പോകുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഒരുപാട് സമയം വെറുതെ ഉള്ളപ്പോൾ ഞാൻ ഉറങ്ങാറാണ് പതിവ്. പക്ഷേ സമയം ഒട്ടും ഇല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്കിരുന്ന് പഠിക്കാൻ എനിക്കൊരു ഒരു എന്തൊക്കെയോ ഒരു ത്വരയാണ്. പോട്ടെ. അത് കഴിഞ്ഞിട്ട് താണ്ട ഇവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഷോ കാണാം. പിന്നെ രാവിലെ ഇന്ന് സമയമില്ലാത്ത സമയമായതുകൊണ്ട് കഴിക്കാൻ പറ്റിയൊരു സാധനമായിരുന്നു പുട്ട്. അപ്പം ബൈ.